അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് വെജിറ്റേറിയൻ വിഭവമാണ്. അപ്പോൾ ഇത് പിന്നെന്താ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവം തന്നെ ആയിരിക്കും. എന്താ വെച്ചാൽ നമ്മളെ അവിയൽ. അപ്പോൾ നമ്മളിന്ന് അവിയൽ കൂട്ടിയിട്ടാണ് ഇന്ന് ഉച്ചയൂണ് കഴിക്കുന്നത്. അതായത് നമ്മൾ വേറെ ഒന്നുമില്ല, ഇന്നിപ്പോൾ അവിയൽ മാത്രമാണ്. ഞാൻ അതന്നെ അത്യാവശ്യം എല്ലാ കഷ്ണങ്ങളും കണ്ടതുകൊണ്ട് അത് തന്നെ മതി. പിന്നെ അവിയൽ ഉണ്ടാക്കാനും അതെ കഷ്ണങ്ങളെല്ലാം നുറുക്കിയൊക്കെ അത് ഉണ്ടാക്കി വരണമെങ്കിലും അതെ കുറച്ച് സമയം വേണേനും. അപ്പോൾ ഏതായാലും നമുക്കിന്ന് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഏതായാലും നമുക്ക് അവിയലാണ്. ഇന്ന് വേറെ കറികളോ ഒന്നും ഉണ്ടാക്കുന്നില്ല, തോരനില്ല, അങ്ങനെ ഒന്നുമില്ല. ഇന്ന് അവിയൽ, ചോറ്, അവിയൽ, പപ്പടം കാച്ചിയത്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും അവിയൽ നല്ല രസമാണ്, അത് കൂട്ടി ഊണഴിക്കാൻ അവിയൽ മാത്രം മതി. വേറെ നമുക്കിങ്ങനെ ഓരോന്ന് തുടങ്ങാം. എന്താ വെച്ചാൽ ഒരുപാട് കഷ്ണങ്ങൾ നുറുക്കാണ്ടല്ലോ അവിയലിന്, അപ്പോൾ അതൊക്കെ നുറുക്കി തുടങ്ങാം. അപ്പോൾ ഇനി ഇതാ നമുക്ക് ആദ്യം ചതച്ച് വെക്കാനുള്ളതാണ്. അത് പച്ചമുളക്, കറിവേപ്പില, തേങ്ങ ചിരകിയത്, ഇതൊന്നും ആദ്യം ചതച്ച് വയ്ക്കാം. എന്നിട്ട് വേണം പിന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കാൻ. ചതച്ചത് അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യമൊക്കെ എടുക്കുന്നുണ്ട് ചതയ്ക്കാനുള്ളത്. ഇതാ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതാ കഷ്ണങ്ങൾ. അവിയലിനിപ്പോൾ അതാണ് എല്ലാ കഷ്ണങ്ങളൊക്കെ തന്നെ നുറുക്കി വരാം. അത് അതിൻ്റെ കാര്യമായിട്ട്. വെള്ളരിക്ക ഇതിപ്പോൾ നമ്മളിതാ മുഴുവെടുക്കുന്നില്ല, ഒരു കഷ്ണം. മറ്റേത് പിന്നെ കറി വയ്ക്കാൻ എടുക്കണം. ഈ ഒരു കഷ്ണം ഒക്കെ കുറച്ച് ഞങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ളത് മാത്രം, 2 നേരത്തിന് അത്രേ ഉണ്ടാക്കുന്നുള്ളൂ. ഇന്നിപ്പോൾ അവിയൽ മാത്രമാണ്, മറ്റ് കറികളോ തോരനോ മെഴുക്കുവരട്ടിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ക്യാരറ്റ് പിന്നെ നമ്മൾ 2 എടുക്കുന്നുണ്ട്. അവിയൽ രസമാണ്, അവിയൽ ഒക്കെ കൂട്ടി ഉള്ള ഊണ്. പാവയ്ക്ക പിന്നെ ഞങ്ങൾ ഇടും. പാവയ്ക്ക നിർബന്ധമാണ് ഞങ്ങൾക്ക് അവിയലിൽ. പിന്നെ ചെറിയൊരു പാവയ്ക്കയാണ്. ഒരു പച്ചക്കായ. പിന്നെ മുരിങ്ങക്കായ 2 എടുക്കുന്നുണ്ട്. അധികം നീളമുള്ള അല്ലത്, ചെറു തന്നെയാണ്. അപ്പോൾ അത് എടുക്കാം. പിന്നെ നമുക്ക് ചേന അതുപോലെ തന്നെയാണ്, ഒരു കഷ്ണം എടുക്കുന്നുള്ളൂ. വെള്ളരിക്കയും ആ ഒരു നേരത്തെ മാറ്റി വെച്ച വെള്ളരിക്ക കഷ്ണവും ചേന ഈ ഒരു കഷ്ണവും എടുത്ത് മുളകിട്ട് കറിയൊക്കെ വയ്ക്കാൻ നന്ന്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഒരു ചെറിയ കഷ്ണം ചേന ഒക്കെ തോല്യത്തിലൊക്കെ കഴിഞ്ഞ് കഴുകും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നുറുക്കിയെടുക്കലാണ്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് അങ്ങനെ നുറുക്കിയെടുക്കാം. ഇത് പിന്നെ നമ്മൾ നീളത്തിലാണല്ലോ, സാധാരണ കറിക്ക് നുറുക്കുന്ന പോലെ ചതുരത്തിലല്ലല്ലോ. ഇടയ്ക്കൊരു രസമാണ് അവിയൽ. അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല. മുമ്പൊക്കെ വിശേഷ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കല്യാണം, പിറന്നാൾ, സദ്യ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അല്ലേ. ഇപ്പോൾ പിന്നെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് വേണ്ടപ്പൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. മുമ്പൊക്കെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരണം, അല്ലെങ്കിൽ പായസമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു വിശേഷ ദിവസങ്ങളിലാണ് ഇപ്പോൾ ഒക്കെ ഉണ്ടാക്കുള്ളൂ. അവിയലൊക്കെ പ്രത്യേകിച്ചും അതെ. ഇപ്പോൾ പിന്നെ അതൊക്കെ മാറി നമുക്ക് വേണ്ടപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുക കുറഞ്ഞ അളവിൽ. ചേന ആദ്യം നമുക്കിതാ ഇങ്ങനെ ഉണ്ട് ഒന്നിങ്ങോട്ട് കനം കുറച്ച് എടുത്തിട്ട് പിന്നെ വേണം അത് നീളത്തിൽ നുറുക്കാൻ. ഇങ്ങനെ ഇതാ ഈ രൂപത്തിൽ. പിന്നെ ഇപ്പോൾ നമ്മൾ നാടൻ പയറാണ്. ഇതിപ്പോൾ ഈ ഒരു കഷ്ണങ്ങൾ തന്നെ അത്യാവശ്യം ഉണ്ടാവും. ഇത് ചേരുമ്പോൾ തന്നെ ഉണ്ട്.
അപ്പോൾ അതും ഇവിടെ ആയി. മുരിങ്ങാക്കായ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. മുരിങ്ങാക്കായ അല്ലാത്ത കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇട്ട് വേവിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുരിങ്ങാക്കായ എന്നിട്ടേ ചേർക്കുള്ളൂ. അതിന് ശേഷം കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിലും കുക്കറിലുണ്ട് നിറച്ചിട്ടുണ്ടെങ്കിലും അത് വെന്താൻ വരും. ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി അതും ചേർത്ത് കൊടുത്ത് ലേശം വെള്ളം, പാകത്തിന് കുറഞ്ഞ വെള്ളം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഒരു വിസിലും ഇല്ല, അതിൻ്റെ ആ ഒരു വിസിൽ കൂക്കുന്നതിൻ്റെ മുമ്പ് ആയിട്ട് രണ്ട് ഓഫാക്കി. ഇപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള വേവ് പിന്നെ വെന്തുടയില്ല. ഇനി മുരിങ്ങാക്കായ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊന്നും അങ്ങനെ നല്ല പോലെ ഉണ്ട്, വെന്തുടയില്ല, എന്നാൽ ആവശ്യത്തിന് വേവ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇനി ചതച്ചത് അത് ചേർക്കാം. ചതച്ചതും ചേർക്കുമ്പോൾ പിന്നെ ആ വെള്ളമൊക്കെ ഒരു ചെറിയൊരു വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ വറ്റി ഉണ്ട് അതിൽ കുറുകി വരും. പിന്നെ കഴിക്കാൻ നേരത്തേക്ക് എന്തായാലും ഇത് നല്ല കട്ടയാവും. ഇപ്പോൾ കാണുന്ന പോലെയല്ല. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ തുളിക്കാം. നമുക്ക് വറവിടലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട്, വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഒരു സ്വാദ്. അപ്പോൾ അതിവിടെ കഴിഞ്ഞു. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതായാലും അവിയൽ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഊണഴിക്കലേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇനി ഊണഴിക്കാൻ സമയമാവട്ടെ. ഊണ് കഴിക്കായി. നേരം 12 മണിയായി. നമ്മുടെ അവിയൽ പിന്നെ ഇപ്പോൾ പപ്പടം കാച്ചിയത്, അമ്മയ്ക്കൊരു മുളക് വറുത്തുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് മറ്റ് ഒഴിച്ചു കറികളായിട്ടുള്ള അതൊന്നും ഇല്ലാതെ നമ്മൾ അവിയലും കൂട്ടിയിട്ടുള്ളൊരു ഊണ്. ഇതിപ്പോൾ വേറെ ഒരു കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.